ആദ്യ സംരംഭം കഴിഞ്ഞ് ഒരു ഇറങ്ങിയിരിക്കുക എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് എനിക്ക് സ്വതവേ ഒരു ഫാൻറ്റസി മൂവി ബഫാണ്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഉള്ളിലൊരു കുട്ടിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, ഓഫ് കോഴ്സ്. ആൻഡ് കുട്ടികൾക്കും ഇഷ്ടമാവും എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. ലാലേട്ടൻ്റെ മനസ്സിലൊരു കുട്ടിയുണ്ടെന്ന് എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്. ചേട്ടൻ്റെ അല്ല, ഐ തിങ്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ്റെ മാത്രമല്ല. ഇപ്പം ഈ ഫിലിം കണ്ടതിന് ശേഷം ലാലേട്ടൻ ഇനിയും ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആക്ച്വലി ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഐ മീൻ ലൈക്ക് കുറേ ദിവസം വീട്ടിലിരുന്ന് മാറി നിൽക്കും. അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞപ്പം ഡയറക്ടേഴ്സിൻ്റെ ഭാര്യേൻ്റെ പറ്റി ഞാൻ ആലോചിച്ച് പോയി. എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേയിലിരുന്ന് റിലീസാവുന്ന അന്ന് വരെ അവർ മാറി നിൽക്കുന്നു. ആ ഒരു ഇത് ആലോചിക്കുമ്പം വേറെ പോലെ തോന്നും. ബട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഹി ഷുഡ് ഡു മോർ. ആൻഡ് ഇത് വന്നിട്ട് ഇപ്പം ഒരു യൂഷ്വൽ ഫിലിമല്ല, 3D ഫിലിമാണ്. അപ്പോൾ ഇനിയും അടുത്തത് ചെയ്യുമ്പോൾ ഇതിലും സംതിങ് മോർ ഡിഫറെൻറ്റ് ബിഗർ ദാൻ ദിസ് ചെയ്താൽ നന്നായിരിക്കും. ഇറങ്ങുന്നൊരു ഫീലാണ്. നമ്മൾ ലാലേട്ടൻ എന്നുള്ളൊരു നടനെ 40 വർഷമായിട്ട് കാണാം. അപ്പം ഇപ്പം എന്നെപ്പോലൊരു ഡയറക്ടർ ആലോചിക്കണം, അദ്ദേഹം നമ്മുടെ കൂടെ വന്നിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും വലിയ കഴിവുകൾ കയ്യിലുണ്ടായിട്ട് നമ്മളെ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യില്ല. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാനിന്ന് ലാലേട്ടനെ കണ്ടു, അല്ലെങ്കിൽ മമ്മൂക്കനെ കണ്ടിട്ടുള്ള അവർ നമ്മൾ ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫിയർ ചെയ്യില്ല, ചില സജഷൻസ് പറയും. പക്ഷേ ഇതുപോലുള്ള കഴിവുകളൊക്കെ ഉള്ളൊരു വ്യക്തി അങ്ങനെ നമുക്ക് ഫ്രീഡം തരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും ആ ലാസ്റ്റൊക്കെ നമുക്ക് ശരിക്കും കാണുന്നത് റിയലി ഇമോഷണൽ. ഡയറക്ടർ ബൈ മോഹൻലാൽ, വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. മാഡം ലാലേട്ടൻ്റെ ഒരു please request you, please. Anup sir, please, no problem. Sir, please request you, please move, sir. Thank you so much. Please, thank you. Sir, please. Jyoti, door. Yes. Close it. Door close it. Yes. Thank you very much.